സിഹിർ സംഭവിച്ചോ, എനിക്ക് സിഹിർ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ ചില ആളുകൾ നമ്മോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ സിഹിറിന് വീട്ടിൽ വെച്ചിട്ട് തന്നെ സിഹിർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ട ചില കാര്യങ്ങൾ, അത് നമുക്കിപ്പോൾ ഖുർആൻ ഓതുന്ന രീതിയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളെ ശരീരം ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തേണ്ടതുണ്ട്. വുളു ചെയ്യുക ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശുദ്ധിയുള്ള ആളായിരിക്കണം. അതേപോലെ ശുദ്ധമായ സ്ഥലത്ത് ഇരിക്കുക, ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് ഖുർആൻ ഓതുന്ന രീതിയിലാണ് ഇത് ഓതേണ്ടത്. അതിൽ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ, അതായത് ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ 3 വട്ടം. ഇത് രണ്ടാമത്തെ സൂറത്തിലെ 255 ആയത്ത്, ആയത്തുൽ കുർസി 3 വട്ടം. അതേപോലെ 7ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്റാഫിലെ 117 മുതൽ 122 വരെയുള്ള ആയത്തുകൾ 1 വട്ടം. 10ാമത്തെ സൂറത്തായ സൂറത്ത് യൂനിസിലെ 79 മുതൽ 82 വരെയുള്ള ആയത്തുകൾ 1 വട്ടം. 20ാമത്തെ സൂറത്തായ സൂറത്ത് ത്വാഹയിലെ 65 മുതൽ 69 വരെയുള്ള ആയത്തുകൾ 1 വട്ടം. 113ഉം 114ഉം സൂറത്തുകളായ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും 3 വട്ടം വീതം. ഇത് ഖുർആൻ ഓതുന്ന രീതി എന്ന് പറഞ്ഞാൽ മുഴുവൻ ശ്രദ്ധ സൂറത്തുകളിൽ തന്നെ കേന്ദ്രീകരിച്ച് കുറച്ച് ഉച്ചത്തിൽ ഓതുക. ഓരോ സൂറത്തുകൾ ഓതി കഴിഞ്ഞിട്ട് കയ്യിൽ ഊതിയിട്ട് മുഖത്തും ശരീരത്തിലും തടവുക. ഇനി നമുക്ക് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മളിങ്ങനെ തിരിച്ചറിയാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം?